എറണാകുളം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് പരസ്യയുദ്ധത്തിലേക്ക് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ച കമ്മീഷണർ ഓഫീസ് മാർച്ച് ഒരു വിഭാഗം ബഹിഷ്കരിച്ചതോടെ സമരത്തിന് ആളെ കൂട്ടാൻ കഴിയാതെ ജില്ലാ നേതൃത്വം വലഞ്ഞു. സംഘടനാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ എറണാകുളം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൽ ആരംഭിച്ച ഗ്രൂപ്പ് പോയ മറനീക്കി പുറത്തുവന്ന കാഴ്ചയായിരുന്നു സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നടന്ന കമ്മീഷൻ ഓഫീസ് മാർച്ചിൽ കണ്ടത്. 10 മണിക്ക് മാർച്ച് ആരംഭിക്കുമെന്നായിരുന്നു ആദ്യം മാധ്യമപ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം അറിയിച്ചത്. പിന്നീട് അത് 11 മണിയിലേക്ക് മാറ്റി. കമ്മീഷൻ ഓഫീസ് പരിസരം ജലപീരങ്കി ഉൾപ്പെടെ സർവ്വസന്നാഹങ്ങളും കയ്യിലേന്തിയ പോലീസിനെ കൊണ്ട് നിറഞ്ഞു. കൂടെ മാർച്ച് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരും. 11 മണിയും 12 മണിയും 1 മണിയും കഴിഞ്ഞിട്ടും മാർച്ച് എത്തിയില്ല. ഒടുവിൽ വിരലിലെണ്ണാവുന്ന പ്രവർത്തകരെ സംഘടിപ്പിച്ച മാർച്ച് കമ്മീഷൻ ഓഫീസ് മുന്നിലേക്ക് എത്തിയത് 1:15-ന്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് നേടിയ എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയെ ക്രിമിനൽ കേസുണ്ടെന്ന കാരണത്താൽ മാറ്റി 2ാം സ്ഥാനത്തെത്തിയ ഐ വിഭാഗക്കാരനെ ജില്ലാ പ്രസിഡന്റാക്കുകയായിരുന്നു. ഇതോടെ എ വിഭാഗം ഇടയുകയും ജില്ലാ കമ്മിറ്റിയുടെ പരിപാടികളിൽ നിന്ന് അകന്നു നിൽക്കാനും ആരംഭിച്ചു. ഇതാണ് ഇന്നും പ്രതിഫലിച്ചത്. വിഷയം വരും ദിവസങ്ങളിൽ കോൺഗ്രസിലും വലിയ ചർച്ചയാകുമെന്നുറപ്പാണ്. ചാൾസ് അഗസ്റ്റിനൊപ്പം നിതിൻ പ്രഭാകരൻ, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.